ഒരിക്കലും മടുക്കാതെ എന്നും ഒരേ ആഹാരം മാത്രമേ കഴിക്കാൻ പറ്റൂ എന്നൊരു ചോയ്സ് വന്നാൽ ഞാൻ സെലക്ട് ചെയ്യുന്ന ആഹാരം ഏതായിരിക്കുമെന്ന് പറയട്ടെ. ചോറും അവിയലും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിയലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കാണിക്കുന്നത്. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ട്രൈ ഇറ്റ് ഔട്ട് വിത്ത് മീര നായർ. അവിയലിന് ആദ്യം തന്നെ പച്ചക്കറികൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെയുള്ള വലിപ്പത്തിൽ, വലിയ വീതിയില്ലാതെ ഒരല്പം നീളത്തിൽ ഘനം കുറച്ച് അരിഞ്ഞെടുക്കുന്നു. അവിയലിന് ഒഴിച്ചുകൂടാനാവാത്ത പച്ചക്കറികൾ ചേന, ഏത്തയ്ക്ക, വെള്ളരിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ, പടവലങ്ങ, മുരിങ്ങിക്ക, പച്ചമുളക് എന്നിവയാണ്. ഞാനിതിൽ എക്സ്ട്രാ ആയിട്ട് വഴുതനങ്ങ മാത്രമാണ് ചേർത്തിരിക്കുന്നത്. വഴുതനങ്ങ ചേർക്കുമ്പോൾ അതിനകത്തെ കുരു മാറ്റിയ ശേഷം ചേർക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് പച്ചക്കറികൾ ചേർക്കാം. വലിയ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട ശേഷമാണ് ഒരു തണ്ട് കറിവേപ്പിലയും 3-4 പച്ചമുളകും അതിലേക്ക് അരിഞ്ഞിടുന്നത്. പൊടികൾ ചേർക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, എരിവിനാവശ്യമായ അത്രയും മുളക് പൊടി എന്നിവ ചേർത്ത് ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇതേപോലെ കുടഞ്ഞ് അല്ലെങ്കിൽ തവി കൊണ്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒരല്പം വെള്ളം, വളരെ കുറച്ച് വെള്ളമേ ഒഴിക്കാവൂ. കഷ്ണങ്ങൾ വേവുമ്പോൾ അതിൽ നിന്നും വെള്ളം ഇറങ്ങും. അല്ല, നിങ്ങൾക്ക് കുറച്ച് അയഞ്ഞ അവിയലാണ് ഇഷ്ടമെങ്കിൽ ഒരല്പം കൂടി വെള്ളം ഒഴിച്ച് കുക്കർ അടച്ചതുപോലെ വേവിക്കാം. ഒരൊറ്റ വിസിൽ മാത്രം മതി പച്ചക്കറികൾ നന്നായിട്ട് വേവാൻ. ഇതേ സമയം വാളൻ പുളി വെള്ളത്തിലിടുന്നു. അവിയലിന് പുളിക്കായി തൈരോ വാളൻ പുളിയോ പച്ചമാങ്ങയോ ചേർക്കാവുന്നതാണ്. പച്ചമാങ്ങ സാധാരണ ചക്കയവിയലിനും ചീരവിയലിനുമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന് മാത്രം. ചക്ക അവിയലും ചീര അവിയലും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് യൂട്യൂബ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അരപ്പിനായി 2 പിടി തേങ്ങ, ഒരല്പം ജീരകം, 3-4 ചുവന്നുള്ളി, ഒരു തണ്ട് കറിവേപ്പില എന്നിവ അവിയലിന്റെ പാകത്തിന് ചതച്ച് മാറ്റി വയ്ക്കുക. അവിയലിൽ ഒരിക്കലും വെളുത്തുള്ളി അരക്കില്ല. ഒരു വിസിൽ കഴിഞ്ഞ് ഉടനെ പച്ചക്കറി ഓഫാക്കിയതാണ്. ഇപ്പോൾ സ്റ്റീം പോയി അത് തുറന്നു നോക്കുമ്പോൾ ചേനയും ഏത്തക്കയും എല്ലാം നന്നായി വെന്തിരിക്കുന്നു. ഇനി അത് ഒട്ടും തന്നെ ഉടഞ്ഞു പോവാതെ വളരെ സാവധാനം ഒന്നിളക്കി അതിലേക്ക് പുളി പിഴിഞ്ഞത് കൂടി ഒഴിക്കുക. എന്നിട്ട് അരപ്പ് കൂടി ഇട്ട് കഷ്ണങ്ങൾ അതിനുമേൽ തല്ലിപ്പൊത്തി വെച്ച് കുക്കർ വെറുതെ തേങ്ങ വേവാൻ മാത്രം സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഇനി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി കൂടി അറിയിക്കുന്നു. ഇപ്പോൾ അടച്ചു വെച്ചൊരു 2 മിനിറ്റ് കഴിഞ്ഞു. അരപ്പെല്ലാം അതിലേക്ക് ഇളക്കി യോജിപ്പിക്കാറായിട്ടുണ്ട്. ശകലം വെള്ളം കൂടുതലാണ് എന്ന് തോന്നുന്നത് കൊണ്ട് അതൊന്ന് തുറന്നു വെച്ച് വറ്റിക്കുന്നു. ഒരുപാട് വറ്റി ഡ്രൈ ആയി പോകേണ്ട ആവശ്യമില്ല. ഒരല്പം വെള്ളം ഒന്ന് വലിഞ്ഞാൽ മാത്രം മതി. കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതെ തേങ്ങ അതിലേക്ക് ഇളക്കി യോജിപ്പിക്കുന്നു. ഒടുവിലായി ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടി അതിനുമേൽ തൂവി തീ ഓഫാക്കി അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിസ്വാദിഷ്ടമായ അവിയൽ റെഡിയാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾക്ക് പച്ചക്കറി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുളിക്കായി വാളൻപുളിയോ തൈരോ പച്ചമാങ്ങയോ ചേർക്കാം. പിന്നെ വെളുത്തുള്ളി അരയ്ക്കാനേ പാടില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ഒന്നാന്തരം അവിയൽ ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കൂ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ബൈ ബൈ.